നമസ്കാരം. ഇന്ന് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ പ്രസന്റേഷൻ സ്കിൽസ് എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കാം. ഫലപ്രദമായി പ്രസന്റേഷൻ സ്കിൽസ് പാലിക്കാം. വീഡിയോയിലേക്ക് കടക്കാം. പ്രസന്റേഷൻ സ്കിൽസ്. ഒരു നല്ല സ്പീക്കർ ആവണമെങ്കിൽ നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ടാലന്റഡ് കിഡ് ആകണമെന്ന് ആവശ്യമില്ല. ജനങ്ങളോട് സംസാരിക്കാൻ ഒരു ടാലന്റ് വേണമെന്നത് സത്യമാണ്. പക്ഷെ പ്രാക്ടീസിൽ കൂടി നിങ്ങൾക്കത് നേടാൻ കഴിയും. അതുകൊണ്ട് പഠിക്കാനും എഴുതാനും കേൾക്കാനും നിങ്ങൾ തന്നെ ഒരു ടാലന്റ് വളർത്തിയെടുക്കണം. എഫക്റ്റീവ് പ്രസന്റേഷൻ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മുന്നേ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ ബെസ്റ്റ് ആവാൻ നിങ്ങൾ ശ്രമിക്കും. ചിലപ്പോൾ അതൊരു ഇന്റർവ്യൂ ആവാം, ഗ്രൂപ്പ് ഡിസ്കഷൻ ആവാം, സെമിനാർ ആവാം, അല്ലെങ്കിൽ ഒരു ലെക്ചറിൽ പോലും നിങ്ങളുടെ കഴിവ് കാണിക്കാം. ഇതുപോലെ പ്രസന്റേഷൻ സമയത്ത് നമ്മൾ കുറച്ച് നെർവസ് ആയിരിക്കും. അത് സാധാരണയാണ്. അത് ഓർത്ത് വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കുറച്ച് സൂക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. അതിന് നിങ്ങൾ ആദ്യം പ്രസന്റേഷൻ പ്ലാൻ ചെയ്യണം. അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. നിങ്ങളുടെ പോയിന്റ്സ് എല്ലാം അനലൈസ് ചെയ്യണം. പ്രസന്റേഷന് നിങ്ങൾ ഫുൾ പ്രിപ്പേർഡ് ആയിരിക്കണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് പ്രൂഫ്സ് ഉണ്ടാവണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയാം. അതിന് ബന്ധപ്പെട്ട വിഷ്വലും കാണിച്ചു കൊടുക്കാം. എങ്ങനെയായാലും പ്രസന്റേഷൻ നന്നായിരിക്കണം. ഓറൽ പ്രസന്റേഷൻ. ഗുഡ് ആഫ്റ്റർനൂൺ ക്ലാസ്. നിങ്ങളെല്ലാവരും ട്രാൻസ്ഫോമറിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളിൽ പലരും ട്രാൻസ്ഫോമറിനെ കണ്ടിട്ടുകൂടി ഉണ്ടാകും അല്ലേ? ചില ട്രാൻസ്ഫോമേഴ്സ് വെളിയിൽ ഔട്ട്ഡോറിലുണ്ടാകും, ചിലത് നിങ്ങളുടെ വീടിന്റെ പുറത്തുമുണ്ടാകാം. ചെറിയ ട്രാൻസ്ഫോമേഴ്സ് എപ്പോഴും വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകും. നിങ്ങളത് കണ്ടു കാണും. ചെറിയ ട്രാൻസ്ഫോമേഴ്സ് സ്റ്റെബിലൈസറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പല തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ട്രാൻസ്ഫോമർ. ഇന്ന് ഞാൻ നിങ്ങളെ ട്രാൻസ്ഫോമേഴ്സിന്റെ പാർട്സിനെ കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യം നമുക്കതിന്റെ പാർട്സിനെ അനലൈസ് ചെയ്യാം. അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമുക്ക് നോക്കാം. അത് എങ്ങനെ യൂസ് ആവുമെന്നും ഇതിലൂടെ നമുക്ക് അറിയാം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? ട്രാൻസ്ഫോമേഴ്സ്. വോയിസ് മോഡുലേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതാരും ശ്രദ്ധിക്കാറൊന്നുമില്ല. നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവ് ഉപയോഗിച്ച് ട്രെയിനീസിന്റെ ശ്രദ്ധ മാറാതെ നോക്കണം. നിങ്ങളുടെ വോയിസ് വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. ഒരേപോലത്തെ ടോണിൽ സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. കാരണം അത് കേൾക്കുന്നവരെ ബോർ അടിപ്പിക്കും. നിങ്ങളുടെ ശബ്ദം കറക്റ്റ് ആയിട്ടുള്ള വോള്യൂമിലായിരിക്കണം. പതുക്കെയും സംസാരിക്കരുത്, ഫാസ്റ്റ് ആയിട്ടും സംസാരിക്കരുത്. ബാലൻസ്ഡ് ആയിരിക്കണം. ഒരുപാട് ഫാസ്റ്റ് ആവരുത്, ഒരുപാട് സ്ലോ ആവരുത്. ഫോർമൽ പ്രസന്റേഷന് ശേഷം ട്രെയിനീസിനോട് ചോദ്യം ചോദിച്ച് അവരുടെ ഉത്തരം അറിയാനായി 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങളുടെ അടുത്തുണ്ടാവും. നിങ്ങൾ പ്രസന്റേഷൻ ചെയ്തതുകൊണ്ട് ഓഡിയൻസിന് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ കാണും. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കാൻ പറയണം. ആദ്യം അവരോട് നിൽക്കാൻ പറഞ്ഞ് അവർക്ക് ചോദ്യം ചോദിക്കാൻ ഒരു അവസരം നൽകണം. കാരണം അവരുടെ ചോദ്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവണം. അവരുടെ സംശയത്തെക്കുറിച്ച് ഒന്നും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉത്തരവും പറയാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ചോദിക്കും. ചോദ്യം ചോദിക്കുന്ന ആൾ മുഴുവനുമായി സംശയം ചോദിച്ചു തീരുന്നവരെ സമയം കൊടുക്കുക. ചോദ്യം ചോദിക്കുന്നവരെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. ആ ചോദ്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ആ ചോദ്യം നിങ്ങൾ ശരിക്കും അഡ്രസ് ചെയ്യണം. സന്തോഷമായിട്ട് അതിന് ഉത്തരം പറയണം. എല്ലാത്തിനും നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പഴേ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ എളുപ്പമായിരിക്കും. ഹിയർ ആർ ദ ടീച്ചിങ് പ്രാക്ടീസ് സ്കിൽസ് റിലേറ്റഡ് ടു പ്രസന്റേഷൻസ്. 1. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ തമ്മിലുള്ള ഒരു ഗ്യാപ്പ്. പഴയ സ്റ്റേറ്റ്മെന്റ് പുതിയ സ്റ്റേറ്റ്മെന്റുമായി ഒട്ടും ബന്ധമുള്ളതായിരിക്കില്ല. പ്ലേസ് ആൻഡ് ടൈമിനിടയിൽ ഒരു കണക്ടിവിറ്റിയും ഉണ്ടാകില്ല. ബന്ധമില്ലാതെ സംസാരിക്കുന്നത്. ഹിയർ ആർ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫ്ലുവൻസി ഇൻ ടീച്ചിങ്. 1. ലാക്ക് ഓഫ് ക്ലിയർ സ്പീച്ച്. രണ്ടാമത്തത് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാതെ പകുതിയിൽ നിർത്തുന്നത്. മുഴുവനുമായിട്ട് ഒരു കാര്യം പറയാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ വാക്കുകൾ ഓരോന്നും വളരെ ഈസി ആയിരിക്കണം, മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ബുദ്ധിമുട്ടായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ ഇരിക്കുക. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ഉണ്ടാകാം, ഞാനും കേട്ടിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്കറിയാം എന്നതുപോലെയുള്ള വാക്കുകൾ. സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. ഇതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു സബ്ജക്ട് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസിന് അത് അട്രാക്റ്റീവ് ആയിരിക്കണം. അവർ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കണം. സ്റ്റുഡൻസിന്റെ ശ്രദ്ധ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഒരു ടീച്ചറിന്റെ വ്യത്യസ്തമായ പെരുമാറ്റം കാരണം സ്റ്റുഡൻസിന്റെ ശ്രദ്ധ ഒരിക്കലും മാറരുത്. ഇതിനെക്കുറിച്ച് സ്നേഹ ജോഷി പറയുന്നത്, സ്റ്റുഡൻസിന്റെ ശ്രദ്ധ നമ്മളിൽ വരാനായി നമ്മുടെ ശബ്ദത്തിൽ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവാം. നമ്മൾ എന്ത് പറഞ്ഞാലും അത് സ്റ്റുഡൻസിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. കോമ്പണൻസ്, മൂവ്മെന്റ്സ്. ക്ലാസ്സിൽ നടക്കുന്നത്, ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യുന്നത്, ഇതുകൊണ്ട് സ്റ്റുഡൻസിന്റെ ശ്രദ്ധ മാറരുത്. ഗെസ്റ്റേഴ്സ്. അവർ ശ്രദ്ധയോടെ ഇരിക്കാൻ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കൈയിന്റെ അനക്കം പോലും വളരെ യൂണിഫോം ആയിരിക്കണം.
സംസാരത്തിൽ ഒരു പാറ്റേൺ ഉണ്ടാവണം. ടോൺ, വോളിയം, സ്പീഡ്, വോയിസ് മോഡുലേഷൻ എല്ലാം കൃത്യമായിരിക്കണം. സ്റ്റുഡൻസിന്റെ ശ്രദ്ധ മുഴുവനും നിങ്ങളിലായിരിക്കണം. വേറെ എവിടെയും ശ്രദ്ധ തിരിയരുത്. മാത്രമല്ല, നിങ്ങൾക്ക് സ്റ്റുഡൻസുമായി ഐ കോണ്ടാക്ട് ഉണ്ടാവണം. ഇന്ററാക്ഷൻ സ്റ്റൈൽ മാറ്റണം. രണ്ടുപേരോ അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് ടീച്ചറിനോട്, ടീച്ചർ സ്റ്റുഡൻസിനോട്, സ്റ്റുഡൻസിനോട്. സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സൈലന്റ് ആവുന്നത്. ഒരുപാട് സംസാരിക്കരുത്, കുറവായിട്ടും സംസാരിക്കരുത്. ഉത്തരം പറയാൻ സമയം കണ്ടെത്തണം. ചേഞ്ച് ഇൻ സെൻസറി ഫോക്കസ്. ടീച്ചർ സംസാരിക്കുന്ന രീതി ഒന്ന് മാറ്റണം. എല്ലാവരുടെയും ശ്രദ്ധ ഒന്നിൽ കൊണ്ടുവരണം. നിങ്ങൾ പറയുന്നതും അവർ ശ്രദ്ധിക്കണം. കയ്യിൽ വെച്ചിരിക്കുന്ന സാധനവും നോക്കണം. ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡ്രമറ്റൈസേഷൻ ചെയ്യണം. സ്കിൽ ഓഫ് ഇലസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾസ്. അതായത് ഒരുപാട് എക്സാമ്പിൾസ് കാണിച്ച് ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും എളുപ്പത്തിൽ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. സ്കിൽ എന്ന് നമ്മൾ പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ്. പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ മെത്തേഡും യൂസ് ചെയ്യാം. സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട വളരെ എളുപ്പമുള്ള എക്സാമ്പിൾസ് കൊടുക്കാം. എങ്ങനെയായാലും നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലാവണം. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എഫക്റ്റീവ് പ്രസന്റേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈസിയായിട്ട് പഠിക്കാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ പ്ലാൻഡ് ആയിരിക്കണം, ഓർഗനൈസ് ആയിരിക്കണം, പിന്നെ പ്രിപ്പയർഡ് ആയിരിക്കണം. വോയിസ് മോഡുലേഷൻ പ്രാക്ടീസ് ചെയ്യണം. സ്റ്റുഡൻസിന്റെ ശ്രദ്ധ തിരിക്കണം. ചോദ്യം ചോദിക്കുമ്പോൾ എക്സാമ്പിളോടെ ഉത്തരം പറയണം. ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്ന സമയത്ത് അതിൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. മാത്രമല്ല, നിങ്ങളുടെ ക്ലാസ് റൂം നിങ്ങളുടെ കൺട്രോളിലിരിക്കണമെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ കാണിക്കണം. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.